സാർ, ഇപ്പോൾ നമ്മൾ താങ്കൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു ഈ ചർച്ചയിൽ വളരെ രൂക്ഷമായൊരു വാദപ്രതിവാദം രണ്ട് അന്താരാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള ഒരു ചർച്ചയുടെ ഒരു പശ്ചാത്തലത്തേക്കാൾ കടന്നുപോയൊരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇത്തരത്തിൽ കണിശമായ ഭാഷകളാണ് ട്രംപ് ഉപയോഗിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഒരിക്കലും ദേശീയ തലത്തിലെ വൻ നേതാക്കൾ ഈ രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുകയും പ്രതികരണങ്ങൾ പരസ്യമായി നടത്തുകയും ചെയ്യുന്ന ഒരു പതിവില്ല. അത് ഇപ്പോൾ ഏറ്റവും അധികം സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു വിഷയത്തിലാണ് ഈ പ്രതികരണങ്ങൾ എന്നുള്ളത് കാര്യങ്ങളെ സങ്കീർണമാക്കി മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഈ വഞ്ചി തിരുനക്കരത്തന്നെ ഏറെക്കാലം നിന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരാനായി ധാതു നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ധാതു ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സൈനിക ഉടമ്പടിയിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു കരാറാകാം എന്ന് വരുമ്പോൾ ആ സമയത്താണ് അതിശക്തമായ വിമർശനങ്ങളാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. യുദ്ധത്തിന് കാരണക്കാരൻ സെലൻസ്കി എന്ന രീതിയിൽ മുൻപ് പ്രസ്താവനകൾ ഉണ്ടായി എങ്കിൽ പോലും അത് കുറച്ചുകൂടെ രൂക്ഷമാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതത്ര ശുഭോദർക്കമായ ഒരു കാര്യമല്ല. കാരണം ഈ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിട്ടുവീഴ്ചകളാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ധാതു നിക്ഷേപത്തിന്റെ വലിയൊരു പങ്ക് അമേരിക്കയുമായി പങ്കാളിത്തത്തിലൂടെ ഷെയർ ചെയ്യേണ്ടി വരുന്നു. ടെക്നോളജിയും മാൻ പവറും എല്ലാം, ടെക്നോളജിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അമേരിക്കയിൽ നിന്ന് വരികയും അവിടുത്തെ ധാതുക്കളുടെ മേലുള്ള പൂർണ്ണ നിയന്ത്രണത്തിന്റെ ഭാഗികമായെങ്കിലും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷ വേദനാജനകമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, താൻ ഇപ്പോൾ സംസാരിക്കുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ഒരു പ്രസിഡന്റിനോടല്ല എന്ന രീതിയിൽ പല ആവർത്തിയാണ് ട്രംപ് പറഞ്ഞത്. അതായത് കാലാവധി കഴിഞ്ഞും തുടരുന്ന ഒരു പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ളൊരു യോഗ്യതയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം തന്നെ അനാരോഗ്യപരമായ ഒരു ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ട്രംപ് ഉക്രൈന്റെ കാര്യത്തിൽ നടത്തിയ വളരെ വലിയ സമ്മർദ്ദ തന്ത്രം യൂറോപ്പിനെ ആകെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ലോക രാഷ്ട്രീയത്തെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ ഈ പവർ ബാലൻസിനെ കംപ്ലീറ്റ്ലി അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. പക്ഷെ എല്ലാം കലകി തെളിഞ്ഞ് സെലൻസ്കി അമേരിക്കയിൽ എത്തുമ്പോൾ എല്ലാം സുഗമമാകും, ഒരിക്കൽ ആ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സുഗമമാകും, യുദ്ധം അവസാനിക്കും എന്ന പ്രതീക്ഷകളാണ് ഇപ്പോൾ ഒരു തുലാസിൽ തൂങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവിടെ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ജനതയുടെ മുഴുവൻ ആശയം, ആവേശവും പ്രതീക്ഷകളും എല്ലാം തന്നെ ചുമലിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വലിപ്പം, ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അതെന്ത് വില കൊടുത്തും മറ്റുള്ളവരുടെ കണ്ണീരിന്റെ മേലും തന്റെ രാജ്യത്തിന്റെ മഹത്വം, അതൊരു പക്ഷേ ദേശീയ താല്പര്യമായിരിക്കാം, അതിനുള്ള മാൻഡേറ്റ് ആണ് ട്രംപിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് അങ്ങനെ പ്രവർത്തിച്ചു എന്ന് കരുതാം. പക്ഷെ ആതിഥ്യ മര്യാദ എന്ന ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ക്യാമറ കണ്ണുകളുടെ മുമ്പിലും പൊതുവേദികളിലും നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഒരു ക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്, പുതിയൊരു സംസ്കാരത്തെയാണ്, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു പുതിയ സംസ്കാരത്തെ, ഒരുപക്ഷെ മാറി വരുന്ന ഒരു രീതികളെ സൂചിപ്പിക്കുന്നതിന്റെ തുടക്കമാകാം ഒരുപക്ഷെ ഈ അൺഫോർച്ചുനേറ്റ് ഇവന്റ്സ് എന്ന് എനിക്ക് തോന്നുന്നു. സാർ, ഒരു സംശയം കൂടിയുള്ളത്, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് ഇന്നലെ കെയർ സ്റ്റാമർ അമേരിക്കയിൽ എത്തിയിരുന്നു, അത് യുക്രൈന് വേണ്ടി തന്നെയായിരുന്നു എത്തിയത്, അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് എത്തിയിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനെ പിന്തുണച്ച രാജ്യങ്ങളുടെ നിലപാട് ഇനി എങ്ങനെയായിരിക്കും? കുറച്ച് ചുരുക്കിയ വാക്കുകളിൽ അതുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു പരിധിവരെ ഇപ്പോൾ തന്നെ മാറി ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് കെയർ സ്റ്റാമറിന്റെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെയും വിസിറ്റ് സമയത്തും അതേക്കുറിച്ചൊരു സൂചനയുണ്ടായിരുന്നു. കാരണം ഇനി ആത്യന്തികമായി അമേരിക്കയെ വിശ്വസിച്ച് അമേരിക്കയുടെ തണലിൽ തങ്ങളുടെ സുരക്ഷാ കവചം ഒരുക്കാം എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ചിന്ത ഇനി അസ്ഥാനത്താകും. അതുകൊണ്ട് യൂറോപ്പ് കൂടുതൽ തുക തന്നെ ബഡ്ജറ്റിന് വേണ്ടി ചെലവഴിക്കുന്ന, ഡിഫൻസ് ബഡ്ജറ്റിന് വേണ്ടി കൂടുതൽ തുക നീക്കിവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ ഒരു പക്ഷെ നിർബന്ധിതരാകും. ട്രംപ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അമേരിക്കയ്ക്ക് പണം നഷ്ടപ്പെടുന്ന വഴികൾ അത് യൂറോപ്പിനെ സഹായിക്കാനായി, ലോക സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കാനായി, മറ്റു രാജ്യങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഉള്ള തുകകൾ അത് പരമാവധി വെട്ടിക്കുറയ്ക്കുകയും അത് മുഴുവൻ തന്നെ അമേരിക്കയുടെ പ്രയോജനത്തിന് വേണ്ടി വരികയും ചെയ്യുമ്പോൾ മറ്റാരും തന്നെ അമേരിക്കയെ ആശ്രയിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. ആ സന്ദേശം ഏറ്റവും ആദ്യം ഉൾക്കൊള്ളുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും. അതുകൊണ്ട് യൂറോപ്പിന്റെ നയങ്ങൾ ആദ്യം വിദേശ നയമല്ല, ആഭ്യന്തര നയം തന്നെ പുനഃപരിശോധിക്കുകയും ധനകാര്യ നയം പുനഃപരിശോധിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒരുപക്ഷെ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ജാഗരൂകരായി യൂറോപ്പായിരിക്കും, പ്രത്യേകിച്ചും ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും പോലെയുള്ള യൂറോപ്പിലെ വൻ ശക്തികൾ അവരുടെ നയങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയമായി എന്ന് തന്നെയാണ് തോന്നുന്നത്. സാർ, ഒരു സംശയം കൂടി വരുന്നത്, നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധവുമായി ഗാമ്പിൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതുമായി ചൂതുകളിക്കുകയാണ് എന്നൊരു വാക്ക് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്തു. അതിനെ ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്?
മൂന്നാം ലോക മഹായുദ്ധം യഥാർത്ഥത്തിൽ സെലൻസ്കിയോ പുടിനോ തുടങ്ങി വെക്കുന്നതല്ല. അത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പല വഴികളും പല സമയത്തും തെളിഞ്ഞതാണ്. അത് ആ രൂപത്തിൽ എത്തിച്ചു നിർത്തിയതിന്റെ പിന്നിൽ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും തുല്യ പങ്കുണ്ട്. നെയ്റ്റോയിൽ അംഗരാജ്യമാകാനുള്ള യുക്രൈന്റെ താല്പര്യം, അല്ല എങ്കിൽ യുക്രൈനെ പ്രലോഭിപ്പിച്ച നെയ്റ്റോയിലും ഇയുയിലും യൂറോപ്യൻ യൂണിയനിലും അംഗത്വം എടുപ്പിക്കുക എന്ന ഒരു വെസ്റ്റേൺ ബ്ലോക്കിന്റെ പദ്ധതി, ആ പദ്ധതിയാണ് യുദ്ധം ക്ഷണിച്ചു വരുത്തിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുടിനാണ് യുദ്ധത്തിലേക്ക് നീങ്ങിയതെങ്കിലും റഷ്യയാണ് യുദ്ധത്തിലേക്ക് നീങ്ങിയതെങ്കിലും യഥാർത്ഥത്തിൽ ആ കനൽ തരി എന്ന് പറയുന്നത് ഒരു നയചാതുരിയുടെ ഒരു കുറവാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്നും യൂറോപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു പിഴവുണ്ടായി. അത് തിരുത്തുമെന്ന പ്രതീക്ഷയാണ്. അത് ട്രംപ് വരുമ്പോൾ ഇത് തിരുത്തലുണ്ടാകും, ആ നയത്തിൽ തിരുത്തലുണ്ടാകും. ഉക്രൈനെ ഒരു കാരണവശാലും നെയ്റ്റോയിൽ ചേർക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം അവിടെ പിന്നില്ല. അപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പറയുന്നത് യുദ്ധമുണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന സെലൻസ്കിയാണ് എന്ന മട്ടിൽ ട്രംപ് പറയുമ്പോൾ അതിൽ സ്വയം വിമർശനപരമായ യാതൊരു എലമെന്റും ഇല്ലാതെ പോകുന്നു എന്ന ഒരു ഖേദവുമുണ്ട്. അതുകൊണ്ട് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കിലാണ് ലോകം എന്ന് ട്രംപ് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ, കാരണം അതിന് അമേരിക്ക കൂടെ കാരണമാകുന്നു എന്ന രീതിയിലാണ്. ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇറങ്ങിപ്പെടുന്ന അമേരിക്കയ്ക്ക് കൂടുതൽ യുദ്ധങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും, അത് വ്യാപാര യുദ്ധത്തിൽ തുടങ്ങി മറ്റു യുദ്ധങ്ങളിലേക്ക് എത്തിച്ചു നിർത്തുന്ന ഒരു റോളാണോ എന്നത് ഒരുപക്ഷെ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സ്വല്പം ഇരട്ടത്താപ്പും ഉണ്ട്. ട്രംപിന്റെ സംസാരങ്ങളിൽ കുറച്ച് ഇരട്ടത്താപ്പും ഉണ്ട്. അദ്ദേഹത്തിന് ആത്യന്തികമായി വേണ്ടത് സമാധാനമാണോ അതോ ആത്യന്തികമായി വേണ്ടത് സംഘർഷമാണോ എന്നതിനെ കുറിച്ചും ചിന്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. നന്ദി മോഹൻ സാർ.